വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. തണലിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ കൃത്യമായ ബോധ്യപ്പെടുത്തലുകളാണ് ഇന്നത്തെ ഈ ദിനം കാഴ്ചകൾക്കപ്പുറം എന്ന പേര് പറഞ്ഞ് നിങ്ങളെ ഓരോ ആളുകളെയും ഈ സ്ഥാപനത്തിലേക്ക് ഇവർ ക്ഷണിച്ചത്. സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാവുന്നത് പോലെ എന്തിനായിരിക്കും ഈ തണലിൻ്റെ ആളുകൾ ഇന്നത്തെ ഈ ഒരു ദിനം നിങ്ങൾ ഒരുമിച്ച് ഈ സ്ഥാപനത്തിലേക്ക് ക്ഷണിച്ചത് എന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. സ്വാഗതത്തിൽ ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഈ കിടക്കുന്ന, ഇരിക്കുന്ന, ജീവിക്കുന്ന ഈ മനുഷ്യരെ പോലെ നാം ഒന്നും ആയില്ല എന്നുള്ള വെറുതെ ഒരു ആലോചന ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വിട്ട് തന്നതിന് ശേഷം വെറുതെയില്ല ഇന്നത്തെ ഈ ഒരു ദിനം നിങ്ങളുടെ മുന്നിലേക്ക് കുറേ വർത്തമാനം പറഞ്ഞ് നിങ്ങൾ കണ്ട കാഴ്ചകളെ ഏതോ തലത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് എൻ്റെ അജണ്ട അല്ലാത്തത് കൊണ്ട് മാത്രം. ഞാനൊരു നല്ല ദൈവവിശ്വാസിയാണ് എന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിശ്വാസമല്ല, മറിച്ച് സാക്ഷാൽ ദൈവം തമ്പുരാൻ ഇതിനെ സൃഷ്ടിച്ച് വിധാനിക്കുന്നതാണ് എന്ന ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വികാരവും ഒരു വിചാരവുമാണ്. ആ ദൈവം തമ്പുരാൻ ഞാൻ മനസ്സിലാക്കപ്പെട്ട ഒരു വർത്തമാനത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ദൈവത്തിനെ നിഷേധിക്കുന്നവനെ, കളവാക്കുന്നവനെ നീ കണ്ടുപോ എന്ന് ചോദിച്ചൊരു വർത്തമാനം പറഞ്ഞു. ആ വർത്തമാനത്തിൽ അതിനുശേഷം ദൈവത്തെ കളവാക്കുന്നവന്റെ അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരു നിലക്കും പറഞ്ഞില്ല അവൻ 5 നേരം നമസ്കരിക്കാത്തവനാണ് എന്ന് പറഞ്ഞില്ല, അവൻ അമ്പലത്തിൽ പോവാത്തവനാണ് എന്നും പറഞ്ഞില്ല, അവൻ ചർച്ചിലേക്ക് പോവാത്തവനാണ് എന്നും പറഞ്ഞില്ല. അതിനുശേഷം ദൈവത്തെ കളവാക്കിയവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ട് 2 വർത്തമാനമാണ് പറഞ്ഞത്. ഒന്ന്, അവൻ അനാഥനെ ആട്ടിയകറ്റുന്നവനാണ് എന്ന് പറഞ്ഞു. അനാഥനെ ആട്ടിയകറ്റുന്നവനാണ് എന്ന് പറഞ്ഞു ശേഷം പറഞ്ഞതാണ് അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഞാൻ പറയും ആ വേദഗ്രന്ഥത്തിലുള്ള ഏറ്റവും മനോഹരമായ ഒരു വർത്തമാനത്തിൽ ഒന്ന് ഏതേ എന്ന് ചോദിച്ചാൽ അത് ആ വർത്തമാനമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊക്കെ ഏതൊക്കെയോ അർത്ഥത്തിൽ ദൈവവിശ്വാസികളാണ്, വ്യത്യസ്ത മതത്തിന്റെ ആളുകളാണ് എന്ന് പറയുമ്പോൾ അതിസുന്ദരമായ 2ാമത്തെ വർത്തമാനം പറഞ്ഞത് ദൈവത്തെ കളവാക്കിയവന്റെ പ്രത്യേകത, അനാഥനെ ആട്ടിയകറ്റുന്നവനെ കൂടാതെ 2ാമത് പറഞ്ഞ സംഗതി, നിങ്ങൾ ഈ കാണുന്ന 2 സ്ഥാപനത്തിലേക്ക് കണ്ട ആ മനുഷ്യരുണ്ടല്ലോ, അഗതി എന്ന വിളിപ്പേരുള്ള, ആരോരുമില്ലാത്ത എന്നൊക്കെ പറഞ്ഞ് സൈഡ് ലൈൻ ചെയ്യപ്പെട്ട ആ മനുഷ്യർക്ക് അവർക്ക് അവകാശപ്പെട്ട അന്നം കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനാണ് എന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു ബ്യൂട്ടിഫുൾ ആണ്, എന്തൊരു മനോഹരമായ ഒരു വർത്തമാനമാണ് എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ, നിങ്ങളൊക്കെ ഞാനൊക്കെ പറയും ഭയങ്കര ദൈവവിശ്വാസികളാണെന്നൊക്കെ പറഞ്ഞ് കൃത്യമായ കുറെ ആരാധനകളൊക്കെ ചെയ്ത് കൂട്ടുന്നതിനിടയിൽ ദൈവം തിരിച്ചു പറഞ്ഞു, എന്നെ ദൈവത്തെ കളവാക്കിയവന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മനുഷ്യർക്ക്, ആരോരുമില്ലാത്ത ഈ മനുഷ്യർക്ക് അവരവകാശപ്പെട്ടല്ലാതെ നിങ്ങൾ കൊടുക്കുന്ന ഔദാര്യമല്ല. നമ്മൾ സാധാരണഗതിയില്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു കാശൊക്കെ കൊടുക്കുന്ന സമയത്ത് അമ്പട ഞാനേ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കയ്യിലുള്ള, എൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയ, അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ തുകയിൽ നിന്ന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്ന, അതിൻ്റെ മേൽ ഏതോ തലത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന അല്ല. ദൈവം പറഞ്ഞത് ഈ മനുഷ്യർക്ക് അവരുടെ ഭക്ഷണം അത് കൊടുക്കാൻ പ്രേരിപ്പിക്കാത്ത ആ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ദൈവനിഷേധി എന്ന് പറയും. അല്ലാതെ 5 നേരം നമസ്കരിക്കാത്തവനോ ഏതെങ്കിലും അർത്ഥത്തിലേക്ക് അമ്പലത്തിലോ ചർച്ചിലേക്കോ പോവാത്തവനോ അല്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്നത്തെ ഈ ദിനം തണൽ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്തേ ഉദ്ദേശിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, നിങ്ങൾ ഇവിടെ കുറെ കാശ് തരാനല്ല നിങ്ങളെ വിളിച്ചു കൂട്ടിയത്.
നിങ്ങളുടെ കയ്യിലുള്ള കുറെ കാശ് ഇവിടെ കൊണ്ടുവന്ന് തന്ന ഇതിങ്ങനെ ഈ ഒരു അർത്ഥത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വകുപ്പുകൾ കൊണ്ടുതരണം എന്ന് പറയാനല്ല കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഒരു വിചാരമുണ്ടെങ്കിൽ അതിനല്ല ഇന്ന് തണൽ നിങ്ങളെ വിളിച്ചത്. മറിച്ച് തണൽ നിങ്ങളെ ഇന്നത്തെ ഈ ദിനം വിളിച്ചതിന്റെ ഉദ്ദേശം വളരെ കൃത്യമാണ്. ഉദ്ദേശം നിങ്ങൾക്ക് നാളെ രക്ഷപ്പെടണമെന്ന് ഏതെങ്കിലും ഒരു അർത്ഥത്തിലേക്ക് ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു സാധ്യത നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ അയൽപക്കത്തുണ്ട് ഈ മനുഷ്യര്. അത് തിരിച്ചറിയുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് നിങ്ങളുടെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം. നിങ്ങൾക്കറിയാമോ, ലോകത്ത് സമീപകാലത്ത് രണ്ട് ഇൻഡെക്സ്, ഇത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. 2 ഇൻഡെക്സ് വന്നു. ഒരു വേൾഡ് ഹങ്കർ ഇൻഡെക്സും വേൾഡ് ഫുഡ് വേസ്റ്റേജ് ഇൻഡെക്സ്. വേൾഡ് ഹങ്കർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുടെ ഒരു നമ്പർ എടുത്തു. ലോകത്തിലെ ഒരു സിസ്റ്റമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുടെ ഒരു നമ്പർ. ആ നമ്പറിൽ വന്നത് പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരായ മനുഷ്യർ ജീവിക്കുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്താണ്. ഏകദേശം 19 കോടിയോളം മനുഷ്യരാണ് രാത്രിയിൽ അന്നം കഴിക്കാതെ ഉറക്കത്തിലേക്ക് വീഴുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യരുള്ളത് നമ്മുടെ ഇന്ത്യ രാജ്യത്താണ്. 19 കോടി മനുഷ്യരാണ്. അപ്പൊ ലോകത്തിന്റെ മൊത്തം പട്ടിണിക്കാരായ മനുഷ്യർ പറഞ്ഞാൽ 80 കോടിയാണ്. ആ 80 കോടിയിൽ 19 കോടിയുള്ളത് നമ്മുടെ ഇന്ത്യ രാജ്യത്താണ്. സമീപകാലത്ത് ദൈവം നീതിമാനാണ് എന്ന് പറയുന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടി വന്നു. ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചിരിക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ചൊക്കെ ഒരു ആലോചനയുള്ള ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനും നിങ്ങളൊക്കെ എൻ്റെയും നിങ്ങളുടെയും ചുറ്റുവട്ടത്ത് രാത്രിയിൽ അന്നം കഴിക്കാതെ ജീവിക്കുന്ന ഇന്ത്യയിലെ ജനസംഖ്യ 140 കോടിയാണ്. ആ 140 കോടി മനുഷ്യരിൽ 20 കോടിയോളം, അതായത് ഏഴിൽ ഒരാൾ, നിങ്ങൾ കാണുന്ന 7ൽ ഒരാൾ ഏതോ അർത്ഥത്തിലേക്ക് വിശക്കുന്ന, പട്ടിണി കിടക്കുന്ന, അന്നമില്ലാത്ത മനുഷ്യരാണ്. സമീപകാലത്ത് മറ്റൊരു ഇൻഡെക്സ് കൂടി വന്നു. വേൾഡ് ഫുഡ് വേസ്റ്റേജ് ഇൻഡെക്സ് എന്നാണ് അതിന്റെ പേര്. ആ ഇൻഡെക്സ് പ്രകാരം ലോകത്തിലുള്ള പട്ടിണിക്കാരുടെ എണ്ണം 80 കോടിയാണ്. ഒരു ദിനം അന്നം കഴിക്കാതെ രാത്രിയിലേക്ക് ഉറക്കത്തിലേക്ക് പോകുന്ന മനുഷ്യരുടെ എണ്ണം 80 കോടിയാണ്. അതേ സമയത്ത് മറ്റൊരു സംഗതി കൂടി വന്നു. ഒരു ദിനം അന്നം അത് വേസ്റ്റാക്കി കളയുന്ന, അത് കഴിക്കാൻ കൊടുത്തിരുന്നുവെങ്കിൽ അത് കിട്ടാമായിരുന്ന 78 കോടി മനുഷ്യരുടെ അന്നമാണ് ഒരു ദിനം വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കണേ. ദൈവത്തിന്റെ ക്രിയേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ദൈവം എന്ന് പറയുന്ന ഒരു സത്യത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ദൈവം വിധാനിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ കളവാക്കിയവൻ അവന്റെ അഗതിയുടെ ഭക്ഷണം കൊടുക്കാത്തവനാണ്, കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനാണ് എന്ന് പറഞ്ഞു. ലോകത്ത് 80 കോടി മനുഷ്യർ രാത്രിയിൽ അന്നം കിട്ടാതെ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞു. അതേ സംഗതി തന്നെ സിസ്റ്റം തന്നെ പറയുന്നു, ലോകത്തിലുള്ള നിങ്ങൾ ഇന്ന് ഉച്ചക്ക് നിങ്ങൾ വച്ച് കളഞ്ഞ ആ ഭക്ഷണം യഥാർത്ഥത്തിൽ അത് കളയാതിരുന്നുവെങ്കിൽ അതുവഴി പട്ടിണി മാറ്റാവുന്ന ആളുകളുടെ എണ്ണം 78 കോടിയാണ്. എന്തേ ഇന്ന് തണൽ നിങ്ങൾ വിളിച്ചപ്പോഴേക്ക് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അയൽപ്പക്കത്തേക്കൊന്ന് നോക്കും. ഇത് മാത്രമാണ് ഇന്നത്തെ ഈ ദിനം തണലിന് നിങ്ങൾക്ക് തരാനുള്ളത്. എന്തേ എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, അയൽപ്പക്കത്തേക്കൊന്ന് നോക്കുക. നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള 10 വീടുകളിൽ ഒരാൾ അവിടെ അന്നം ലഭിക്കാത്ത ഒരു മനുഷ്യനുണ്ട് എന്നാണ് കണക്ക്. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് 10 വീടുകളിൽ ഒരു ഭിന്നശേഷിക്കാരായ ഒരു കുട്ടിയോ മുതിർന്ന ആളോ ഉണ്ടെന്നാണ് കണക്ക്. നിങ്ങളുടെ 20 വീടുകളിൽ ഒരാൾ തളർന്നു കിടക്കണ മനുഷ്യരുണ്ടെന്നാണ് കണക്ക്. തണല് പറയുന്നു അയൽപ്പക്കത്തിൽ ഒരു 10 വീട്ടിലേക്ക് വെറുതെ ഒന്ന് കയറി നോക്ക് എന്ന് പറയുന്നു. വെറുതെ ഇന്നത്തെ ദിനം നിങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ അയൽപ്പക്കത്തുള്ള ഒരു 10 വീട്ടിലേക്ക് കയറി നോക്കി. എങ്കിൽ അവിടെ ഇവിടെ നിന്ന് കുറച്ച് മുമ്പ് വന്ന് മരണപ്പെട്ടു പോയ ഒരു സുഹറാത്തെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കുറെ മുമ്പ് ഇലിയാസ് കൂട്ടിക്കൊണ്ടുവന്ന ഒരു സുഹറാത്തെ, അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തേ ഇന്ന് ഇവിടെ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ കാശ് തരാനല്ല കേട്ടോ. കാശ് ഇവിടെ നിങ്ങളുടെ കയ്യിലുള്ള കാശ് ഇവിടെ കൊടുക്കുക, അയ്യോ ഞങ്ങൾ ഇത് കൊണ്ട് നടക്കട്ടെ, അത്തരമൊരു ബെഗിങ്ങോ അത്തരമൊരു യാചനയോ അല്ല. മറിച്ച് അയൽപ്പക്കത്തുണ്ട്, നിങ്ങളുടെ തൊട്ട അയൽപ്പക്കത്തുണ്ട്, ഇവിടെ നിന്ന് ഈ അർത്ഥത്തിലേക്ക് ജീവിക്കുന്ന ആ മനുഷ്യർ നിങ്ങളുടെ അയൽപ്പക്കത്തുണ്ട് എന്ന് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഇവിടെ കൊണ്ടുവന്നത്. വയനാട് പേരിയ ഭാഗത്ത് നിന്നായിരുന്നു എനിക്ക് തോന്നുന്നു 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ കർണാടകയിൽ MD കോഴ്സൊക്കെ ചെയ്യുന്നതിനിടയിലാണ് ഒരു ദിനം ഇലിയാസ് രാവിലെ വിളിച്ച് പറഞ്ഞത്, ഇന്ന്
വയനാട് ഭാഗത്തുള്ള ആ പേരിയയിലേക്കാണ് പോണത്, ഒരു ഉമ്മയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പോണത് എന്ന് പറഞ്ഞു. അന്ന് രാത്രി വൈകിട്ടായപ്പോഴേക്കും അവൻ വീണ്ടും എന്നെ വിളിച്ചു. പേരിയ ഭാഗത്ത് ഒരു 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 ഒന്നുമല്ലാത്ത ഒരു കാടുൾപ്പെടുന്ന ഒരു പ്രദേശത്തിന്റെ ഒരു ഉൾഭാഗത്ത് ഒരു കൊച്ചു വീട്ടിൽ 70 വയസ്സ് പ്രായമുള്ള ഒരു ഉമ്മയെ കണ്ടു. 2 കാലും തളർന്ന് വീണുപോയ ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മയെ കൊണ്ടുവരാൻ വേണ്ടി പോയി. അവരെ കണ്ടു. എന്ത് ചെയ്തു ചോദിച്ചപ്പോൾ ഒന്നും ആലോചിച്ചില്ല. 2 കാലും തളർന്ന് മാസങ്ങളായി അവിടെ കിടക്കുന്ന ആ ഉമ്മയെ ഒന്നും ആലോചിക്കാതെ എത്രയും വേഗം തണലിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അന്ന് തണല് മാഹിയിലായി. പിറ്റേ ദിവസം കാലത്ത്, അന്ന് രാത്രി നന്നായി ഭക്ഷണമൊക്കെ കഴിച്ച് പിറ്റേ ദിവസം കാലത്ത് ഞാൻ ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് കോൾ വന്നു ഇല്യാസിന്റെ. തലേന്ന് വൈകിട്ട് വന്ന ആ ഉമ്മ രാവിലെ ആയപ്പോഴേക്ക് വയറിളക്കി തുടങ്ങി എന്ന് പറഞ്ഞിട്ട് അവൻ ഫോണിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു അത് ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. വൈകിട്ട് വീണ്ടും എത്തിയപ്പോഴേക്ക് അവൻ്റെ കോൾ വന്നപ്പോഴേക്ക് തിരിച്ചു വിളിച്ചപ്പോഴേക്ക് ഉമ്മയുടെ വയറിളക്കം കുറച്ചുകൂടി കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കാലത്തായപ്പോഴേക്കും വീണ്ടും കോൾ. ഞാൻ പറയണത് പറഞ്ഞു വെക്കണത് തണലിന് നിങ്ങളുടെ കാശ് വേണ്ടട്ടോ. തണലിന് വേണ്ടത് രക്ഷപ്പെടാനുള്ള വകുപ്പുകൾ പറഞ്ഞു തരാനാണ് ഇന്ന് വന്നത്, ഇന്ന് വിളിച്ചത്. രക്ഷപ്പെടാനുള്ള വകുപ്പുകളാണ് പറഞ്ഞു തരുന്നത്. അന്ന് വൈകിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു വയറിളക്കം കുറച്ചുകൂടി പ്രയാസത്തിലായി പറഞ്ഞു. അടുത്ത ദിവസം വീണ്ടും വിളിച്ചപ്പോഴേക്ക് അത് ഛർദിയോ മറ്റോ ആയി. മരുന്നുകൾ പറഞ്ഞു കൊടുത്ത് അതിനോട് ഏശിയില്ല. 4-ാം ദിവസം ആയപ്പോഴേക്ക് കുറച്ചും കൂടി വലിയ അർത്ഥത്തിലുള്ള എന്തോ മരുന്നുകളൊക്കെ കൊടുത്ത് അത് തൽക്കാലത്തേക്ക് അത് സമാധാനിപ്പിച്ചു. 7 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് അത് മുഴുവൻ ആ ഉമ്മ സെറ്റിലായി. പിറ്റേ മാസത്തിലൊരിക്കൽ നാട്ടിലേക്ക് വരുന്ന സമയത്ത് പുതുതായി വന്ന തണലിലേക്ക് വന്ന ആളുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഉമ്മയുടെ അടുത്തേക്ക് ഞാൻ എത്തി. അന്ന് വടകരയിലായിരുന്നു അവരെ. ഈ ഉമ്മയുടെ അടുത്തേക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ദിവസം. ഈ ഉമ്മയുടെ അടുത്തേക്ക് ഞാൻ എത്തി. എല്ലാ ആൾക്കാരെയും കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ എൻ്റെ കൂടെ വന്ന ആൾ പരിചയപ്പെടുത്തിയതാ, ഇത് സുഹറാത്ത വയനാട് നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ അന്ന് ആ പരിചയം ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു അന്ന് ഓർമ്മയില്ലേ വയറിളക്കം പിടിപെട്ട് കുറേ ദിവസമായ ആ ഉമ്മയാണ് എന്ന് പറഞ്ഞു. നന്നായി വെളുത്ത് ചുക്കി ചൊളിഞ്ഞ 70 വയസ്സ് പ്രായമുള്ള നിങ്ങളുടെയൊക്കെ മാതാവിനെ പോലെയുള്ള ഒരു ഉമ്മ. ഞാൻ അവരുടെ അടുത്തിരുന്നു. അവരെ ഒന്ന് ചേർത്ത് പിടിച്ചു. ഒന്ന് പരിചയപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ ചോദിച്ചു ആ വയറിളക്കൊക്കെ മാറിയില്ലേ എന്ന് ചോദിച്ചു. ഉമ്മ എന്നെ തന്നെ നോക്കി. നിങ്ങളുടെ അയൽപ്പക്കത്തുണ്ടേ ആ ഉമ്മ എന്നെ തന്നെ നോക്കി. എന്നിട്ട് പറഞ്ഞു മോനെ അതൊരു കുഴപ്പം പിടിച്ച വയറിളക്കം അല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ തമാശയാക്കി. അങ്ങനെയുണ്ട് ഒരു കുഴപ്പം പിടിക്കാത്ത ഒരു വയറിളക്കം ഉണ്ടോ എന്ന് ഞാൻ തിരികെ ചോദിച്ചു. ഉമ്മ എൻ്റെ കണ്ണിലേക്ക് നോക്കി. മുഖത്ത് ഭാവമൊന്നും മാറ്റിയില്ല. ഒരു ഭാവ വ്യത്യാസമില്ലാതെ ആ ഉമ്മ പറഞ്ഞു മോനെ അത് അന്നം കഴിക്കാതെ അന്നം കഴിച്ചത് കൊണ്ട് വന്ന വയറിളക്കാണ് എന്ന് പറഞ്ഞു. തിരികെ ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര കാലമായി ഉമ്മ അന്നം കഴിച്ചിട്ട് എന്ന് ചോദിച്ചു. ഉമ്മ ഇത് ദൈവം സാക്ഷി എൻ്റെതല്ലോ. ഉമ്മ കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു മാസങ്ങളായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ എന്തേ കഴിക്കാറ് എന്ന് ചോദിച്ചു. എൻ്റെ ഉള്ളം അങ്ങോട്ട് പെട്ടഞ്ഞ് ചോദിച്ചു പിന്നെ എന്തേ കഴിക്കാറ് എന്ന് ചോദിച്ചു. ആ ഉമ്മ പറഞ്ഞു അയൽപ്പക്കത്തുനിന്ന് ദൂരെ നിന്നുള്ള ആരെങ്കിലൊക്കെ കൊണ്ടുകൊടുക്കുന്ന കട്ടൻ ചായയും പഴമായിരുന്നു കുറേ മാസങ്ങളോളം കഴിച്ചിരുന്നതെന്ന് പറഞ്ഞു. ഒരു ഭാവ വ്യത്യാസവും ഞാൻ എൻ്റെ വ്യത്യാസം എൻ്റെ മുഖത്ത് കൊണ്ടുവന്നില്ല. ഒന്നും കേൾക്കാത്ത ഭാവത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പുറത്തൊക്കെ ഇറങ്ങി ആ ആളുകളോട് പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് സകല പല ടെസ്റ്റുകളും ചെയ്തു നോക്കാം. 2 കാലം തളർന്നു കിടക്കുന്ന ഒരു 70 വയസ്സ് പ്രായമുള്ള മാസങ്ങളോളം തളർന്നു കിടക്കുന്ന ഉമ്മല്ലേ. ഡീറ്റെയിൽ ആയിട്ടുള്ള സകലമായ ടെസ്റ്റുകളും ചെയ്തു. ആ ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവരുടെ ചികിത്സ എന്ന് പറയുന്നത് ഞാൻ കൊടുക്കേണ്ട ചികിത്സ അല്ല. അത് ഞാൻ കൊടുക്കേണ്ട ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. ഞാൻ കണ്ടിട്ടില്ല ഇത്തരത്തിലൊരു കാഴ്ച. ഞാൻ കൊടുക്കേണ്ട എൻ്റെ പുസ്തകത്തിലുള്ള ചികിത്സയല്ലായിരുന്നു ആ അമ്മക്ക് വേണ്ടിയിരുന്നത്. മറിച്ച് തിരിച്ചറിഞ്ഞ ഒരു സംഗതി പ്രോട്ടീൻ കുറഞ്ഞുകൊണ്ട് അതിൻ്റെ സകലമായ പ്രയാസങ്ങളും വന്ന് അതിൻ്റെ അവസാനത്തെ ഒരു സംഗതിയായിട്ടാണ് 2 കാലും തളർന്നു പോയത്. ആ അസുഖത്തിന്റെ ചികിത്സ എന്ന് പറയുന്നത് സ്നേഹത്തിൽ പൊതിഞ്ഞ അന്നം വായിൽ വെച്ച് കൊടുക്കായിരുന്നു അതിൻ്റെ ചികിത്സ. അതുപോലെ തന്നെ സംഭവിച്ചു. മാസം 1 കഴിഞ്ഞപ്പോഴേക്കും ഉമ്മയുടെ കാലിലെ നീരുമെല്ലാം വലിയാൻ വേണ്ടി തുടങ്ങി. മാസം വീണ്ടും 1 കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ കാൽ വിരലുമെല്ലാം ഒന്ന് ചലിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. മാസം വീണ്ടും 1 കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ കാല് നിലത്ത് ഉറപ്പിച്ച് വെക്കാൻ പറ്റുന്ന കോലത്തിലായി. മാസം വീണ്ടും 1 കഴിഞ്ഞപ്പോഴേക്ക് 71-ാമത്തെ വയസ്സിൽ ഉമ്മ മെല്ലെ പിച്ച വെച്ച് നടക്കാൻ വേണ്ടി തുടങ്ങി.
6 മാസം കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള സ്റ്റാഫിനേക്കാൾ അപ്പുറത്തുള്ള വോളണ്ടിയറായി ഉമ്മ മാറി, സുഹറാത്ത മാറി. കാലം കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ തീർന്നില്ല കേട്ടോ, തണല് കഥ തീർന്നില്ല. എന്തിനെ നിങ്ങളെ കൊണ്ടുവന്നത് എന്നുള്ള ചോദ്യത്തിന് തീർന്നില്ല അത്. കാലം വീണ്ടും കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം ഈ ഉമ്മ പറഞ്ഞു, എന്നെ എന്തിനാ നിങ്ങൾ അഗതി എന്നതിൽ കൊണ്ടാക്കിയത്? ഞാൻ ഇവിടെ ജീവിക്കേണ്ട ഒരാളല്ലല്ലോ, ഞാനൊരു അഗതിയാണോ എന്ന് ചോദിച്ചപ്പോൾ കൂട്ടത്തിലുള്ള മനുഷ്യരോട് മുഴുവൻ ഇതേ വർത്തമാനം പറഞ്ഞു. അഗതി മന്ദിരത്തിൽ കൊണ്ടാക്കിയിട്ട് ഞെളിഞ്ഞു നിൽക്കേണ്ടവനല്ല മനുഷ്യരെന്ന് പറഞ്ഞു. അങ്ങനല്ലേ, നിങ്ങളൊക്കെ ദൈവവിശ്വാസികളല്ലേ? അങ്ങനെയുണ്ടോ? അഗതിയെ കൊണ്ടു ചെന്നാക്കാൻ ഒരു തണല്, നിങ്ങൾക്ക് ജീവിക്കാൻ മണിമാളിക, എവിടെയത്? എന്ത് മതാണ് നിങ്ങൾ വിശ്വസിക്കുന്ന? നിങ്ങൾ കണ്ട, നിങ്ങൾ കേട്ട മതത്തിലൊന്നും ഇതില്ലട്ടോ. അഗതി മന്ദിരം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ എവിടെയും ഇല്ല. അത് ഒറ്റ മതത്തിലും ഇല്ല. അത് ഏതൊക്കെ മതം നിങ്ങൾ അറിയാവോ, അവിടെ എവിടെയും അഗതി മന്ദിരം എന്ന കൺസെപ്റ്റ് പോലും ഇല്ല. ഇതേ ഉമ്മ ചോദിച്ച ഈ ചോദ്യം കൂടെ ഉണ്ടായിരുന്ന സകല മനുഷ്യരോടും ചോദിച്ചു. ഇതാ ഈ ചോദ്യം ആർക്ക് ഉത്തരം നൽകാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചങ്ങാതി പറഞ്ഞു, ഞാൻ കൊട്ടക്കളായോ, എന്റെ ഉമ്മയെ പോലെ, എന്റെ മാതാവിനെ പോലെ ചേർത്ത് പിടിക്കാൻ ഞാനുണ്ട് എന്ന് വിറക്കുന്ന ചുണ്ടുകളോടുകൂടി അവൻ പറഞ്ഞപ്പോഴേക്ക് അവനെ കൈ കൊടുത്ത് പറഞ്ഞു, നീയാണ് യഥാർത്ഥത്തിലെ തണല്, ഞാനല്ല യഥാർത്ഥത്തിലെ തണല്. നിങ്ങൾ ആലോചിച്ചു, നിങ്ങളുടെ അയൽപ്പക്കത്ത് അവസാനം വയനാട്ടിൽ തന്നെ താമസമായി വർഷങ്ങൾ വീണ്ടും കുറെ കഴിഞ്ഞപ്പോഴേക്ക് ഒരു ദിനം കാലത്ത് കോൾ വന്നു, എൻ്റെ രണ്ടാമത്തെ ഉമ്മ സുഹറാത്ത ഇന്ന് കാലത്ത് മരണപ്പെട്ടു എന്ന് പറഞ്ഞ് കോൾ വന്നു. അവസാനിപ്പിക്കുക. എന്തിനിന്നിവിടെ കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ, ഇത് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വകുപ്പുകളുടെ പേരാണ് യഥാർത്ഥത്തിൽ തണൽ. അല്ലാതെ ഞങ്ങളുണ്ടാക്കിയ ഞെളിഞ്ഞു നിൽക്കാൻ വേണ്ടി, ആളുകളുടെ മുന്നിലേക്ക് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനമല്ല. നിലവിലുള്ള സാമൂഹ്യ അവസ്ഥയിൽ ഈ മനുഷ്യർക്ക് കൂടാനുള്ള ഒരു സങ്കേതമില്ലാത്തത് കൊണ്ട് മാത്രം ഞങ്ങൾ ഉണ്ടാക്കിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് തണൽ. തീർന്നില്ല കേട്ടോ. ഇന്നലെ അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇന്നലെ അല്ല, മെനഞ്ഞാന്ന് ഞാൻ JDT-യിൽ തൽക്കാലം JDT നിങ്ങളുടെ അയൽപ്പക്കം നോക്കണമെന്ന് പറയാൻ വേണ്ടി നിങ്ങളെ കണ്ടത് കൊണ്ട് മാത്രം പറയണമെന്ന് വിചാരിച്ചതല്ല. അയൽപ്പക്കത്തുണ്ട് മക്കള്, അയൽപ്പക്കത്തുണ്ട് അനാഥരായ എന്ന് പറഞ്ഞില്ലേ. ലോകത്ത് ഏറ്റവും കൂടുതൽ അനാഥരായ മക്കളുള്ള നാട് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാവോ? അത് നിങ്ങൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ അഗതികൾ ഉള്ളത് എവിടെയാ ചോദിച്ചാൽ അത് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ രാജ്യമാണ്. നമുക്ക് ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ മനുഷ്യരിലൂടെ ജീവിത വിജയം കിട്ടാൻ വേണ്ടി മറ്റെന്ത് സംഗതിയാണ് ഉണ്ടാവുക? ഇന്നലെ മെനഞ്ഞാന്ന് JDT-യിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ അതിന്റെ സ്റ്റെപ്പ് കയറി എൻ്റെ ഓഫീസിലേക്ക് പോയി. ഇത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അയൽപ്പക്കത്തേക്ക് നോക്കിയേ പറ്റൂ. കയറുന്ന സമയത്ത് ഒരു ചങ്ങാതി മകനും പുറത്തൊക്കെ ഇറങ്ങി പോകണമെന്ന് ഞാൻ കണ്ടു. ഒരു 19-25 വയസ്സ് പ്രായമുള്ള, മുഖത്ത് ഒരു വികാരവും ഇല്ലാത്ത ഒരു ചങ്ങാതി. ഞാൻ കയറുന്ന സമയത്ത് അവിടെയുള്ള ആൾ ചോദിച്ചു, 10ാം ക്ലാസ്സിലേക്ക് ഒരു കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കാവോ? ചുഞ്ഞാമ്മന് കൊടുക്കാൻ കഴിയില്ല, അത് അതിന്റെ നിയമമാണ്. ഇവരെന്തേ നടക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ കുട്ടിയാണ് 10ാം ക്ലാസ്സിലേക്ക് വരേണ്ടത് പറഞ്ഞു. തിരിച്ചു വിളിച്ചു. അയൽപ്പക്കത്ത് നോക്കിയേ പറ്റൂ. ഈ തണല് കൊണ്ട് നിങ്ങൾ എന്തേ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ അയൽപ്പക്കത്തേക്ക് നോക്കിയേ പറ്റൂ. അത് പറഞ്ഞു തരാൻ വേണ്ടി, ജീവിക്കാൻ, രക്ഷപ്പെടാൻ ഒരു വകുപ്പ്, ഇതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു വകുപ്പുമില്ല. തിരിച്ചു വന്ന് എൻ്റെ അടുത്തിരുന്നു. ഞാൻ ആ ചങ്ങാതിയോട് ചോദിച്ചു, ഒരു 19-25 വയസ്സ് പ്രായമുള്ള, മുഖത്ത് സകലമായ സങ്കടങ്ങളും പേറിയിട്ടുള്ള ആ മനുഷ്യനോട് ചോദിച്ചു, എന്തേ 10ാം ക്ലാസ്സിൽ ഇവന് അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടി ആലോചിച്ചു വന്നത് എന്തിനേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇവന്റെ ഉമ്മ മരണപ്പെട്ട് 6 മാസമായി എന്ന് പറഞ്ഞു. കോഴിക്കോട് കല്ലായിലായിരുന്നു 9ാം ക്ലാസ്സിൽ ജീവിച്ചു. അപ്പൊ ഞാൻ തിരികെ ചോദിച്ചു, നിങ്ങൾ എവിടെയാ ജീവിക്കണേ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊയിലാണ്ടിയാ ജീവിക്കണേ. അവിടെ ആരൊക്കെയല്ല ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടെ എൻ്റെ 3 ജ്യേഷ്ഠന്മാർ, അവരുടെ മക്കള്, എനിക്ക് ഉമ്മയോ വാപ്പയോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ അധികം പറ്റാണ്, ജോലി എടുക്കാൻ വേണ്ടി കഴിയില്ല. പിന്നെ ഇപ്പുറത്ത് കല്ലായിലോ അവിടെ ചെയ്തുകൂടെയെന്ന് ഞാൻ എൻ്റെ അടുത്ത ചോദ്യം. ഉമ്മ മരിക്കണത് വരെ അവിടെ പ്രയാസമില്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ എന്തേ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്കാണ്, അവിടെയാണ് അവൻ ജീവിക്കണത്. അതും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. വീണ്ടും ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ ഇവിടെയുള്ള JDT-യുടെ ഹോസ്റ്റൽ, JDT-യുടെ സ്കൂള് എന്തിനാന്ന് ചോദിച്ചപ്പോഴേ ഈ ചങ്ങാതി ഒരു വർത്തമാനം അങ്ങോട്ട് പറഞ്ഞു.
ഈ മകനെ ഒന്ന് അയാൾ അടുത്ത് നിന്ന് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉമ്മയുടെ അനിയത്തി അവിടെ ഉണ്ടാവുന്ന സമയത്ത് അന്നത്തിന് പ്രയാസം ഉണ്ടാവാറില്ല. ഇവരെപ്പോഴെങ്കിലും ജോലി കിട്ടി പോകുന്ന സമയത്ത് അതിനപ്പുറത്തുള്ള ഒരു വീട്ടിൻ്റെ അടുക്കളയിലേക്ക് അവിടുന്ന് ഉച്ചഭക്ഷണത്തിന് വേണ്ടി കൈ നീട്ടി അവിടെ കഴിയേണ്ടി വരുന്നത് കൊണ്ട് മാത്രമാണ് ഇവനെ നിങ്ങളുടെ അടുത്തേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്, അതിന് പറ്റുമോ എന്ന് നോക്കിയത് എന്ന് പറഞ്ഞ് അയാളുടെ കണ്ണുകൾ അങ്ങോട്ട് നിറച്ചു. കേട്ട് എൻ്റെ കണ്ണുകളും നിറഞ്ഞു. ഞാൻ പറഞ്ഞു വെക്കുന്ന സംഗതി എന്തേലും ചോദിച്ചാൽ, പ്രയാസപ്പെടുന്നവൻ നിങ്ങളുടെ അയൽപ്പക്കത്തുണ്ട്. അത് കാണാതെ തണലിലേക്ക് വന്നിട്ട് ഹമ്പടാ തണലേ നിങ്ങളും മഹാന്മാരാണ് എന്ന് പറഞ്ഞ പോയി പടി നോക്ക് എന്ന് പറയാനേ വകുപ്പുള്ളൂ. നിങ്ങളുടെ കാശ് ഇവിടെ കൊണ്ടുവന്നിട്ട് അത്തരമൊരു പ്രതീക്ഷയില്ല. മറിച്ച് അയൽപ്പക്കത്തിന്റെ നിങ്ങളുടെ തണല്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വകുപ്പ് വേണോ എങ്കിൽ അയൽപ്പക്കത്തിന്റെ അതിന്റെ വകുപ്പ്. അയൽപ്പക്കത്തിൽ ഒരു 10 വീട്ടിലേക്ക് കയറി നോക്ക്. ഒരു പട്ടിണിക്കാരനുണ്ട്, ഒരു ഭിന്നശേഷിക്കാരനുണ്ട്, ഒരു കിടപ്പ് രോഗിയുണ്ട്. അവൻ എങ്ങനെ ജീവിക്കണോ എന്ന് നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഈ തണലിലേക്ക് വന്ന് നിങ്ങൾ കൊടുക്കുന്ന ജ്ഞാനമുണ്ട് ഇത്തരം ഒരു സംഗതി എന്ന് പറയുന്നതിന് ഒരർത്ഥം ഉണ്ടാവില്ല. ആ അർത്ഥത്തിലേക്ക് ഇതിൻ്റെ കൂടെ നിൽക്കാൻ ഈ പറയപ്പെടുന്ന മനുഷ്യര് നിങ്ങളുടെ ജീവിത വിജയമാണ് എന്ന് ഉറച്ച് ബോധ്യപ്പെട്ട് അതിനനുസരിച്ച് അതിന്റെ പ്രവർത്തനം നടത്താൻ നിങ്ങൾ എന്നും ഇതിന്റെ കൂടെ ഉണ്ടാവുമെന്ന് തന്നെയുള്ള ഉറച്ച ബോധ്യത്തോടുകൂടി വിശ്വാസത്തോടുകൂടി നിർത്തട്ടെ. നിങ്ങൾക്ക് നന്ദി.